വൈകൽ കൊണ്ടുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം കോൺഗ്രസിനകത്ത് തന്നെയാണ്. ഇപ്പോൾ അല്പം മുമ്പ് ഞാൻ ഫേസ്ബുക്ക് നോക്കിയപ്പോൾ കാണുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ പോസ്റ്റിനടിയിൽ പോയി നീ പോടാ ഡാഷ് തെറി വിളിക്കുകയാണ്. കോൺഗ്രസ്സുകാർ തന്നെ. അമ്മാതിരി കയോസാണ് ഈ ഒരു അമാന്തം കൊണ്ടുണ്ടാവുന്നത്. അനൂപ്, ഒരിക്കലുമല്ല. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയല്ലേ. പിന്നെ നിയമപരമായി നോക്കുമ്പോൾ ആഡ് അൾട്രം ഹിയർ ദ അതർ സൈഡ്. ഒരു കുറ്റാരോപിതന് പോലും അയാളുടെ ഭാഗം പറയാനുള്ള സാവകാശം നിയമത്തിൽ കൊടുക്കുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ചടുലമായ ഒരു സംഘടനാ നടപടി എടുത്തു കഴിഞ്ഞു. പിന്നെ കോൺഗ്രസ് ഈ പറയുന്ന തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ളത് വിശദീകരിക്കാനുള്ളത് കേൾക്കും. പക്ഷേ കോൺഗ്രസ് കേൾക്കുന്നത്, ഞാൻ അടിവരയിട്ട് ആവർത്തിച്ചു പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിന് മാത്രമല്ല, പരാതിക്കാരിയായ സ്ത്രീകളെ മാത്രമല്ല, പാർട്ടിക്കകത്തെ സ്ത്രീ നേതാക്കന്മാരെ കൂടിയാണ്. പാർട്ടിയിലെ നേതൃപദവിയിലിരിക്കുന്ന സ്ത്രീകൾ പോലും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണൻ ഉൾപ്പെടെ, അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ആരെയും പേടിക്കാതെ അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. ആ അഭിപ്രായങ്ങളെ കൂടി മുഖവിലക്കെടുത്തുകൊണ്ട് പാർട്ടിക്കകത്ത് സ്ത്രീകളുടെ കൂടി അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്ത്, പാർട്ടിക്ക് പുറത്തുള്ള ചില അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്ത് കൃത്യമായൊരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തും. അത് ഏറ്റവും ഉചിതമായിരിക്കുമെന്ന് ഈ ഫ്ലോറിലിരുന്ന് അജിംസിന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. ഇവിടെ ആർഷോ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിറ്റിയുടെ കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി രാഹുൽ ആക്രമിക്കപ്പെടുന്നു എന്ന അഭിപ്രായം ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടില്ല. കോൺഗ്രസ് പാർട്ടി പറഞ്ഞത് എന്താ? കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്താ? കോൺഗ്രസ് അദ്ദേഹത്തെ രാഷ്ട്രീയമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റി നിർത്തി. അദ്ദേഹം മുൻകാലങ്ങളിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, പിണറായി വിജയൻ്റെ പോലീസ് അതിരാവിലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ റോഡുകളിൽ അദ്ദേഹത്തെ കൊണ്ടുപോയ പോലീസ് വാഹനത്തിന് മുന്നിൽ ചാടി വീണ് പ്രതിരോധം തീർത്ത ആളുകളാണെന്ന് ഞങ്ങൾ. പക്ഷേ ഈ പറയുന്ന ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ ഈ പറയുന്ന സ്ത്രീകൾ അവർ പോകുന്ന റോഡിൽ അവരുടെ വഴിമുടക്കുകയല്ല ഞങ്ങളുടെ സമീപനം. തീർച്ചയായും ഞങ്ങളൊരു നിലപാടുണ്ട്. രാഹുൽ പറയുന്നത് കേൾക്കും. പക്ഷേ രാഹുൽ പറയുന്നത് മാത്രമായിരിക്കില്ല കേൾക്കുക. ഇക്കാര്യത്തിൽ മുൻവിധികളില്ല. ഏറ്റവും ഉചിതമായ തീരുമാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് ഞാൻ തുടക്കം കുറിച്ചു. ഞാൻ നമ്മുടെ രാഹുൽ ഈശ്വറിനോട് കൂടി പ്രതികരിക്കേണ്ടതുണ്ട്. അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് അദ്ദേഹം ഇതുപോലെ നമ്മളൊക്കെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താ? കോൺഗ്രസ്സിലെ ചില ഹിന്ദു നായർ നേതാക്കന്മാർ മറ്റൊരു നായരായ രാഹുലിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ബാലിശമാണെന്നേ. ഇപ്പോൾ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ പറയുന്നുണ്ട്, ഇതൊരു നായർ ക്രിസ്ത്യാനിയെ തല്ലിയതായി കാണണ്ട, ഒരു സുഹൃത്തിനെ തല്ലിയതായി കണ്ടാൽ മതി. അതുപോലെ ഈ വിഷയത്തെ അങ്ങനെ സമീപിക്കേണ്ട കാര്യമില്ല എന്നേ. പാർട്ടിക്കകത്ത് വ്യത്യസ്തമായ അതൊരു നായർ ഒരു കാസ്റ്റ് ഇഷ്യൂ, നായർ നേതാക്കന്മാർ തമ്മിലുള്ള വിഷയം അല്ല. ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനോ ബിന്ദു കൃഷ്ണയോ ഈ പറയുന്ന ആരും നായന്മാരല്ലോ. അത് ഒരു ജെൻഡറുമായി റിലേറ്റ് ചെയ്തൊരു വിഷയമാണ്. ഇവിടെ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സമീപനമുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്കൊണ്ട് ജെൻഡർ സെൻസിറ്റീവായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിന് പ്രതികരിക്കേണ്ടി വരും. അതിന് ഈ രീതിയിൽ അങ്ങ് കാണരുത് എന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി രാഹുൽ ഈശ്വറിനോട് പറയുകയാണ്. ഇത് വളരെ കൃത്യമായി ഒരു ജെൻഡർ സെൻസിറ്റീവായ വിഷയത്തിൽ ഒരു പുതിയ കാലത്തെ രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കേണ്ട സമീപനം എന്താണ്? അതിനകത്ത് മാതൃകാപരമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ ഇതിനകത്ത് മുഖം നോക്കിയിട്ടില്ലല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഏറ്റവും പ്രോമിസിംഗ് ആയ നേതാവായി ഇവിടെ പ്രവർത്തിച്ചു ഒരാളല്ലേ. പക്ഷേ അയാൾക്കെതിരൊരു ആരോപണം വരുന്ന സമയത്ത് അതിൻ്റെ വരുംവരായകൾ നോക്കാതെ വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കുകയല്ലേ. ഇപ്പോൾ നാളെ ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കുന്ന ആളുകളുണ്ട്. ഇവിടെ നാളെ ഇതിനകത്തൊരു നടപടി സ്വീകരിച്ചാൽ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് നൈതികമായിരിക്കണം. ഗാന്ധിജിയുടെ ആശയ പരിസരത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ഈ നൈതികതയില്ലാത്ത രാഷ്ട്രീയവും പ്രണയമില്ലാത്ത കാമവും ജീവിതത്തിൽ ഏറ്റവും നിഷിദ്ധങ്ങളായ പാപമാണെന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി. ഞങ്ങളുടെ രാഷ്ട്രീയം ഇത് നിയമപരമായൊരു വ്യവഹാരമേ അല്ലാന്നേ. നിയമപരമായി വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കേസെടുത്തിട്ടില്ല, FIR ഇട്ടിട്ടില്ല. ഇവിടെ മുകേഷ് MLA കാര്യത്തിലൊക്കെ നിയമപരമായി വന്നിട്ട് പോലും പ്രതിരോധിച്ചു നിന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മുൻകാല കീഴ്വഴക്കങ്ങൾ നോക്കുന്നേയില്ല. ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം, പുതിയമായ ഒരു രാഷ്ട്രീയ രീതി, ഒരു രാഷ്ട്രീയ ശൈലി, ഇത്തരം കാര്യങ്ങളിൽ മുഖം നോക്കാതെ ഏത് ഉന്നതനായ നേതാവായാലും അതിനെ ആ അർത്ഥത്തിൽ എടുക്കണം, അർഹിക്കുന്ന ഗൗരവത്തിൽ എടുക്കുകയാണെന്നേ. ഇപ്പോൾ
ആർഷോ പറയുന്നുണ്ട് വളരെ ഗൗരവകരമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നതെന്ന്. ഞങ്ങൾ ഒട്ടും ഇതിൻ്റെ ഗൗരവം കുറച്ച് കാണുന്നില്ല ആർഷോ. ഇപ്പോൾ ഞാൻ തന്നെ ഈ വിഷയത്തിൽ 4-ാം ദിവസമാണ് തുടർച്ചയായിട്ട് ചർച്ചയിൽ വരുന്നത്. ഈ വരുന്ന ഒരു ആരോപണവും ഞങ്ങൾ മുൻകാല പ്രാബല്യത്തോട് നിഷേധിക്കുകയോ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആളുകളെ അപഹസിക്കുകയോ ചെയ്യുന്നില്ല. ഈ സൈബർ സ്പേസിൽ എന്ന് പറയുന്ന ഒരു മോബ് ലിഞ്ചിങ്ങിൻ്റെ സ്വഭാവം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പല രാഷ്ട്രീയ പരിസരത്തു നിന്നുള്ള ആളുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ കഴിയുമോ? അല്ല. ഞങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു സംഘടന എന്നുള്ള നിലയിൽ ഞങ്ങൾ അങ്ങേയറ്റത്തെ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കുകയും ഇതിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ അവസാന മണിക്കൂറിൽ നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും വളരെ നേതൃതലത്തിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ കൃത്യമായ രാഷ്ട്രീയത്തിലെ സത്യസന്ധതയും നൈതികതയും ഉയർത്തിപ്പിടിക്കുന്ന ധീരമായ ഒരു മാധ്യമ പ്രതിനിധി പാലക്കാട് അടുത്ത ഏപ്രിലിന് മുമ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി വരുമോ എന്ന ആശങ്ക നിങ്ങൾക്കുണ്ടോ? ഒരു ഹൈപ്പോത്തറ്റിക്കലായ ക്വസ്റ്റ്യൻ ആണ്.